എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ ഇത്. അവൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലൂബെറി വനില കേക്കാണ് ഞാൻ അവളുടെ ബർത്ത്ഡേക്കായിട്ട് ഉണ്ടാക്കിയത്. ഒരു ആർട്ടിഫിഷ്യൽ കളേഴ്സും ഉപയോഗിക്കാതെയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മോൾക്കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല കേക്ക് ഉണ്ടാക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ ബർത്ത്ഡേ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ബർത്ത്ഡേ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ വനില സ്പഞ്ചിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ സൂപ്പർ സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹോൾ വീറ്റ് കേക്കാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഒന്ന് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സെറ്റാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഒരു 2-3 തവണ അരിക്കാം എന്നുണ്ടെങ്കിൽ കേക്ക് അത്രയും സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഹോൾ വീറ്റ് പൊടി ആയതുകൊണ്ട് ഗോതമ്പിൻ്റെ തവിടാണ് കേട്ടോ ഈ അരിപ്പയിൽ ബാക്കി വന്നിട്ടുള്ളത്. അത് നമ്മളങ്ങ് കളയുവാണ്. ഇതേ സമയം ഓവനിലാണ് നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഓവൻ ഒന്ന് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇടണം. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ടയാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ പഞ്ചസാര അലിഞ്ഞ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ അങ്ങ് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറേശ്ശെ ആയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും കൂടെ നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് കേക്ക് നല്ലപോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലുള്ള തൈരാവണേ. അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലതുപോലെ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ചേർത്ത് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഓവറായിട്ട് മിക്സായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഒരുപാട് ഹാർഡായി പോകും. 2-3 തവണകളായിട്ട് ഈ പൊടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇപ്പം നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു യമ്മി വനില കേക്കിൻ്റെ റെസിപ്പിയാണിത്. മാത്രമല്ല ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇനി ഈ ബാറ്റർ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കേക്ക് ടിന്നിൽ ഒഴിച്ച് നമുക്ക് ഒരു പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 to 40 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 35 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും എൻ്റെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ബർത്ത്ഡേ കേക്കിൻ്റെ 2 സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ബർത്ത്ഡേ കേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നും ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഈ കേക്കിന് ഈ കളേഴ്സൊക്കെ കൊടുത്തതെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ വഴിയെ ഇടാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും ബൈ.